വിശുദ്ധ ഗിൽസ്. ഗ്രീസിന്റെ തലസ്ഥാനമായ എഥൻസിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ഗിൽസ് ജനിച്ചത്. മാതാപിതാക്കളുടെ മരണശേഷം പ്രശസ്തിയെയും അനുയായികളും ഭയന്ന് അദ്ദേഹം പിതൃരാജ്യത്ത് നിന്നും പലായനം ചെയ്ത് ഫ്രാൻസിൽ എത്തി. റോൺ നദി മുഖത്തിനടുത്തുള്ള കാട്ടിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു സന്യാസിയായി ജീവിതം തുടർന്നു. ദിവസേന ഒരു പേടമാൻ ഗുഹയിലെത്തി അദ്ദേഹത്തിന് പാൽ കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു ദിവസം രാജാവിന്റെ വേട്ടക്കാരാൽ ഓടിക്കപ്പെട്ട മാൻപേട ഗുഹാ കവാട പ്രദേശത്തേക്ക് പോകുന്നത് പിന്തുടർന്ന അവർ ഗിൽസിനെയും അദ്ദേഹത്തിന്റെ രഹസ്യ ധ്യാന സ്ഥാനവും കണ്ടെത്തി. അവർ ആ പെൺമാനിന് നേരെ അമ്പെയ്തെങ്കിലും അത് കൊണ്ടത് ഗിൽസിന്റെ കാൽത്തുടയിലായിരുന്നു. ഇതേ തുടർന്ന് ജീവിതകാലം മുഴുവനും മുടന്തനായി അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. പിന്നീട് തിയോഡറോക്ക് രാജാവിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം ഒരു ആശ്രമം പണിയുകയും അതിന്റെ ആദ്യത്തെ മഠാധിപതിയാകുകയും ചെയ്തു. ഈ ആശ്രമം വിശുദ്ധ ഗിൽസ് ഡു ഗാഡ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. 8 വർഷത്തിനു ശേഷം 712 വിശുദ്ധ ഗിൽസ് നിര്യാതനായി. ഈ വിശുദ്ധന്റെ ഒരു പ്രതിമയോ ചിത്രമോ ചേർത്ത് വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ സന്താന ഭാഗ്യമില്ലാത്ത സ്ത്രീകൾ ഗർഭിണികളാകുമെന്ന വിശ്വാസത്താൽ അങ്ങനെ ആചരിക്കുന്നവർ ഫ്രാൻസിലെ നോർമിൻഡിയിലുണ്ട്. വധശിക്ഷയ്ക്ക് കൊണ്ടുപോയിരുന്ന കുറ്റവാളികളെ വിശുദ്ധ ഗിൽസ് ആശുപത്രി കവാടത്തിൽ നിർത്തി അവർക്ക് സെയിന്റ് ഗിൽസ് ബൗൾ എന്ന് വിളിച്ചിരുന്ന ഒരു പാത്രം വീഞ്ഞ് ദാനമായി നൽകപ്പെട്ടിരുന്നു. പരിശുദ്ധ സഹായകർ എന്ന 14 പേരുടെ ലിസ്റ്റിൽ വിശുദ്ധ ഗിൽസും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ 14 പേർക്ക് ഒന്നിച്ചാണ് പ്രാർത്ഥനാപേക്ഷ സമർപ്പിക്കുന്നത്. കാരണം പരീക്ഷകളിലും കഷ്ടതയിലും സഹായിക്കുവാനുള്ള ശക്തി പ്രാപിച്ചവരാണിവർ. ഓരോ വിശുദ്ധനും പ്രത്യേകം തിരുനാളും ഓർമ്മദിനവുമുണ്ട്. ഓഗസ്റ്റ് 8-നാണ് അവരെ ഒന്നിച്ചോർക്കുന്ന ദിവസം. എന്നാൽ 1969 റോമൻ കലണ്ടർ പരിഷ്കരണ പ്രകാരം ഈ കൂട്ടായ ദിനാചരണം റദ്ദു ചെയ്യപ്പെട്ടു. ഭിക്ഷാടകർ, മുലയൂട്ടുന്നവർ, സന്യാസികൾ, ശാരീരിക ക്ഷമതയില്ലാത്തവർ, കൊലപ്പണിക്കാർ, മുടന്തന്മാർ, കുഷ്ഠരോഗികൾ, സന്താനശേഷിയില്ലാത്തവർ, ലൈംഗിക ശേഷിയില്ലാത്തവർ എന്നിവർക്ക് ഈ വിശുദ്ധന്റെ മധ്യസ്ഥയ്ക്കായി പ്രാർത്ഥിക്കാം.